ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് 100% റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. റീഡിംഗ് കാണുന്നതിന് മുൻപ് ആ ഒരു വ്യക്തി നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. Hermit, Justice, Nine of Pentacles, Knight of Swords, Strength, Five of Pentacles. ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ആദ്യം ഇവിടെ ഹെർമിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങൾ ഏത് വ്യക്തിയാണോ ആലോചിച്ചത് ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് വളരെയധികം ഒരു ഒറ്റപ്പെടൽ, അതായത് ആരുമായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് സംസാരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഈ ഒരു സമയത്ത് കിട്ടിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ഒരു ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു കർമ്മ ഇവിടെ പ്രവർത്തിച്ചതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇവർ മുൻപ് എന്തൊക്കെയോ ആരെയൊക്കെയോ വിഷമിപ്പിച്ച ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് കർമ്മ ആരംഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവർ വളരെയധികം ഒരു ഒറ്റപ്പെടൽ, അതുപോലെ തന്നെ ആരോടും ഒരു കാര്യവും ഷെയർ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നയൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് മുൻപ് നിങ്ങൾ മനസ്സിലോർത്ത ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ അതിൽ നിന്നൊക്കെ ഹീലായി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അടുത്ത സമയത്തായിട്ട് എന്തൊക്കെയോ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടായതായിട്ടും കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഒരു സന്തോഷത്തിലാണെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മുൻപ് വളരെയധികം ദുഃഖത്തിൽ, അതായത് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഏത് അവസ്ഥയിൽ ഇരിക്കുന്നോ അതേ ദുഃഖത്തിലായിരുന്നു നിങ്ങളെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പുറത്തോട്ട് വന്നു. അപ്പോൾ നിങ്ങൾ പുറത്തോട്ട് വന്ന സമയത്ത് ആ ഒരു വ്യക്തി ആ ഒരു അവസ്ഥയിലോട്ട് ആയതായിട്ടാണ് കാണിക്കുന്നത്. അതായത് അവർ ചെയ്ത ആ ഒരു കർമ്മ അവർ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ നമുക്കൊരു നൈറ്റ് ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് വളരെ വേഗത്തിൽ തന്നെ ഇവരെ കർമ്മ പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് അധിക സമയം ഒരുപക്ഷെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്നത് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒന്നും ഒരു കർമ്മ ലഭിക്കില്ല, ഈ ഒരു വ്യക്തി ഇപ്പോൾ ഹാപ്പി ആയിട്ട് നടക്കുകയാണ് എന്നൊക്കെയുള്ളൊരു രീതിയിലാണ് നിങ്ങൾ വിചാരിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു വ്യക്തി ഇവിടെ ആ ഒരു വ്യക്തി ചെയ്തതിന്റെ കർമ്മ അവർ അനുഭവിക്കേണ്ടതായിട്ട് വന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഇവിടെ നമുക്കൊരു സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയൊരു വ്യക്തിയാണ്. അത് മാത്രമല്ല ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ മുൻപ് ഒരുപാട് ക്ഷമിച്ചതായിട്ടും കാണിക്കുന്നുണ്ട്. ആ ഒരു ക്ഷമ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അനുഗ്രഹമായി മാറിയെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങൾ ഒരുപാട് ആ ഒരു വ്യക്തിയോട് ക്ഷമിച്ചു. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ആ ഒരു വ്യക്തി ചെയ്ത പല കാര്യങ്ങളും ഇവിടെ സഹിച്ചതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നല്ലൊരു റിസൾട്ട് ലഭിച്ചതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഫൈവ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയും കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു അടുത്ത സമയത്ത് തന്നെ ഇവർക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് അവരുടെ പ്രവർത്തനങ്ങൾ കാരണം തന്നെ, അതായത് അവരുടെ ഒരു മോശപ്പെട്ട പ്രവർത്തനങ്ങൾ കാരണം തന്നെയാണ് അവർക്ക് ഈ ഒരു അവസ്ഥയ്ക്ക് വന്നതായിട്ട് കാണിക്കുന്നത്. സാമ്പത്തികമായിട്ട് നഷ്ടം, വിശ്വസിച്ച വ്യക്തികൾ അവരെ ചീറ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടൊക്കെ ഒരു ചീറ്റിംഗ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം ദുഃഖത്തിലാണ് ഇവർ ഇരിക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ടാണ്. ആരോടും പോലും സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിങ്ങൾ ഏത് വ്യക്തിയെ ആണോ ഓർത്തത് ആ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർ ഹാപ്പിയല്ല, സമാധാനമില്ല, സന്തോഷമില്ല, ആ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അവർ ചെയ്തതിന്റെ കർമ്മ അവർ ഈ ഒരു സമയത്ത് അനുഭവിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.
അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.